എല്ലാവർക്കും ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്രാവശ്യത്തെ ഡെയിലി ന്യൂസിൽ നമ്മൾ നോക്കാൻ പോകുന്ന ആർട്ടിക്കിൾസ് ഇതൊക്കെയാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്പിരിച്വൽ ഓറിയൻറ്റേഷൻ, റിലീജിയസ് പ്രാക്ടീസസ് ആൻഡ് കോഡ്സ്. ഇത് നമ്മുടെ എഡിറ്റോറിലുള്ള ഒരു ന്യൂസാണ്. ഇത് GS2 റിലീജിയസ് റൈറ്റ്സിനെ ബേസ് ചെയ്തിട്ട് ഉള്ളൊരു ന്യൂസാണ്. ഇത് മെയിൻസ് പെർസ്പെക്റ്റീവിൽ അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ആർട്ടിക്കിളാണ്. ഇതിൽ കുറേ ജഡ്ജ്മെൻറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ഒരു സെക്യുലറിസവും ഫ്രീഡം അല്ലെങ്കിൽ നമ്മുടെ ആർട്ടിക്കിൾ 19 ഉള്ള ഒരു കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവിലൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ കേസസും ജഡ്ജ്മെൻറ്റ്സും ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, ദ സ്പെക്ചർ ഓഫ് നിയോ ഫാസിസം ദാറ്റ് ഈസ് ഹോണ്ടിങ് യൂറോപ്പ്. ഓക്കെ, ഇതിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ IR അല്ലെങ്കിൽ യൂറോപ്പിലെ ന്യൂ പൊളിറ്റിക്കൽ സിനാരിയോനെ പറ്റിയാണ് ഈ ഒരു ന്യൂസ് വരുന്നത്. അപ്പോൾ ഇപ്പം നമുക്കറിയാം യൂറോപ്പിലെ മിക്കയിടത്തും ഇലക്ഷൻസ് നടക്കുകയാണ്. ഫ്രാൻസ്, അതുപോലെ തന്നെ നെതർലാൻഡ്സ് പോലത്തെ ഉള്ള രാജ്യങ്ങളിലെല്ലാം ഇലക്ഷൻസും, അല്ലെങ്കിൽ പോളണ്ട്, ഹംഗറി, ഇറ്റലി എന്നുള്ള 3 രാജ്യങ്ങളിലുള്ള ഫാർ റൈറ്റ് ഗവൺമെൻറ്റും അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴേക്കും ഒരു ഫാർ റൈറ്റ് ചായ്വ്, അതായത് തീവ്ര വലതുപക്ഷ ഭാഗത്തോട്ടുള്ള ഒരു ചായ്വ് യൂറോപ്പിലുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്താണ്, വാട്ട് ആർ ദ റീസൺസ് ഫോർ ഇറ്റ്, പിന്നെ അങ്ങനെയുള്ള ഒരു സ്റ്റാൻഡിൽ എങ്ങനെയാണ് ഈ ലിബറലിസം അതുപോലെയുള്ള ഐഡിയോളജീസിന് ഇമ്പോർട്ടൻസ് വരുന്നത് എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്റ്റാർമർ ന്യൂ UK പ്രൈം മിനിസ്റ്റർ ആസ് ലേബർ പാർട്ടി വിൻസ് പോൾ. ഇത് നമ്മുടെ ഫസ്റ്റ് പേജിലുള്ള ന്യൂസാണ്. GS2 ഇൻ്റർനാഷണൽ റിലേഷൻസിൽ UK ബേസ് ചെയ്തിട്ടുള്ള ഒരു ന്യൂസാണ്. UKയുടെ പുതിയ പൊളിറ്റിക്കൽ സിനാരിയോ, പുതിയ പ്രൈം മിനിസ്റ്ററിനെ സെലക്ട് ആയി, ഋഷി സുനക് ഔട്ടായി, പുതിയ ആൾ ഭരണത്തിലേറി. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ന്യൂസാണ്. നമ്മളിതിനകത്ത് ഇന്ത്യയുടെ പെർസ്പെക്റ്റീവിൽ എങ്ങനെയൊക്കെ ആയിരിക്കും ഒരു ലേബർ ഗവൺമെൻറ് വരുമ്പോഴേക്കും ഹൗ വിൽ ഇന്ത്യയുടെ എക്കണോമിക് പരമായിട്ടും എഡ്യൂക്കേഷൻ പരമായിട്ടും പിന്നെ ക്ലൈമറ്റ് ചേഞ്ച് പെർസ്പെക്റ്റീവിലൊക്കെ ഇവരുടെ ഉള്ള സ്റ്റാൻഡുകൾ, പിന്നെ ട്രേഡ് റിലേഷൻസ് എല്ലാം നമ്മൾ നോക്കുന്നതായിരിക്കും. ഓക്കെ, ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് സ്പിരിച്വൽ ഓറിയൻറ്റേഷൻ, റിലീജിയസ് പ്രാക്ടീസസ് ആൻഡ് കോഡ്സ്. അപ്പോൾ ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ദ റീസെൻറ്റ് ജഡ്ജ്മെൻറ്റ് ഓഫ് ജസ്റ്റിസ് GR സ്വാമിനാഥൻ ഓഫ് ദ മദ്രാസ് ഹൈക്കോർട്ട് അലോവിംഗ് ദ റിലീജിയസ് പ്രാക്ടീസ് ഓഫ് അംഗപ്രദക്ഷിണം has reignited the debate on the judiciary's role in determining essential religious practices. അപ്പോൾ അംഗപ്രദക്ഷിണം എന്ന് പറയുന്നത് നമ്മുടെ പ്രദക്ഷിണം നടത്തുന്ന ഫ്ലോറിൽ തന്നെ ഫുഡ് വിളമ്പുക, അങ്ങനൊരു റിച്വലുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ്. ദിസ് കേസ് ഹൈലൈറ്റ്സ് ദ കോംപ്ലക്സ് ഇൻ്റർപ്ലേ ബിറ്റ്വീൻ റിലീജിയസ് ഫ്രീഡം ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് ആൻഡ് ദ ജുഡീഷ്യൽ ഇൻ്റർപ്രിട്ടേഷൻ ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പം അതിൻ്റെ പെർസ്പെക്റ്റീവിലാണ് നോക്കുന്നത്. അപ്പോൾ അംഗപ്രദക്ഷിണം കേസ്, അപ്പോൾ ജസ്റ്റിസ് സ്വാമിനാഥൻ ഓവർ റൂൾഡ് എ 2015 ഓർഡർ അലോവിംഗ് ദ പ്രാക്ടീസ് ഓഫ് റോളിംഗ് ഓവർ ബനാന ലീവ്സ് വിത്ത് ലെഫ്റ്റ് ഓവർ ഫുഡ്. Okay, the practice was deemed part of religious freedom under Article 25 and right to practice under Article 21. Okay, right to privacy under Article 21. Okay, the court took judicial notice of Anga Pradeshanam as a established religious practice without strict examination of evidence. Okay, അതൊരു എസ്റ്റാബ്ലിഷ് റിലീജിയസ് പ്രാക്ടീസ് ആയിട്ട് അവരെ എടുത്തു, പക്ഷേ അതിനൊരു സ്ട്രിക്റ്റ് എവിഡൻസോ അല്ലെങ്കിൽ പ്രോപ്പർ എക്സാമിനേഷനോ കണ്ടക്ട് ചെയ്തിട്ടില്ല. അതാണ് ഈ ഒരു കേസിനെ ഒരു ഡ്രോബാക്ക് ആയിട്ട് ആൾക്കാർ പറയുന്നത്. പിന്നെ നമ്മൾ ഇതിനകത്ത് നോക്കേണ്ട ഒരു ആസ്പെക്ട്, ഇതാണ് ആ ഒരു കേസിൻ്റെ ആസ്പെക്റ്റിലുള്ള കാര്യങ്ങൾ. പക്ഷേ നമ്മൾ നോക്കേണ്ടത് ഈ ഒരു കാര്യമാണ്, എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസസ് ഡോക്ട്രിൻ. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തത്, ഈ ഒരു റിലീജിയസ് പ്രാക്ടീസസ് ഡോക്ട്രിൻ സ്റ്റാർട്ട് ചെയ്തത് ശ്രീരൂർ മുട്ട് കേസ് ഇൻ 1954 അപ്പോൾ അതെന്ന് വെച്ചാൽ എന്താണ്, ഒരു റിലീജിയൻ്റെ സെൻറ്റിമെൻറ്റിനെ അല്ലെങ്കിൽ അവരുടെ അസ്തിത്വത്തെ ഒഴിവാക്കുന്ന രീതിയിൽ ഒരു പ്രാക്ടീസസ് ഉണ്ടെങ്കിൽ അതിൽ ഗവൺമെൻറ് ഇടപെടത്തില്ല. പക്ഷേ അതേസമയം ഈ ഒരു പ്രാക്ടീസ് ദാറ്റ് ഈസ് സോഷ്യലി ഇൻജസ്റ്റിസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ അത് മാറ്റിക്കഴിഞ്ഞാൽ ആ ഒരു റിലീജിയൻ്റെ എക്സിസ്റ്റൻസിനെ ബാധിക്കുന്നില്ല എന്നുള്ളതാണെങ്കിൽ അതിനെ ഗവൺമെൻറ് റിമൂവ് ചെയ്യും. അങ്ങനൊരു ഒരു വേഗ് ഐഡിയയിലാണ് ഇത് വന്നേക്കുന്നത്. കോർട്സ് ഹാവ് റിസ്ട്രിക്റ്റഡ് റിലീജിയസ് ഫ്രീഡം ടു ഓൺലി എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസസ്, ഇൻകൺസിസ്റ്റൻസി ഇൻ ജുഡീഷ്യൽ ഡിറ്റർമിനേഷൻ ഓഫ് വാട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ആൻഡ് എസെൻഷ്യൽ പ്രാക്ടീസ്. പക്ഷേ ഈ എസെൻഷ്യൽ പ്രാക്ടീസ് എന്ന് പറയുന്നത് എന്താണ്, അതൊരു ക്ലിയർ ആയിട്ടുള്ള നമ്മുടെ ബേസിക് സ്ട്രക്ചറൊക്കെ പോലെ തന്നെ ക്ലിയർ ആയിട്ട് ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു സാധനമല്ല, അത് ജുഡീഷ്യൽ ഇൻ്റർപ്രിട്ടേഷനാണ് വിട്ടേക്കുന്നത്. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്കിൽ എന്താണ് വരുന്നത്, ഫ്രീഡം ഓഫ് റിലീജിയൻ ഈസ് സബോർഡിനേറ്റഡ് ടു അതർ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സബ്ജക്ട് ടു പബ്ലിക് ഓർഡർ, ഹെൽത്ത്, മൊറാലിറ്റി. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനൊരു എക്സാമ്പിൾ, എസെൻഷ്യൽ പ്രാക്ടീസിൻ്റെ എക്സാമ്പിളാണ് ട്രിപ്പിൾ തലാഖ് പോലത്തെ ഇത് റിമൂവ് ചെയ്യുന്നത്. അത് റിമൂവ് ചെയ്തായിരുന്നു. അതെന്താണ്, ആ ഒരു സിസ്റ്റം റിമൂവ് ചെയ്തതുകൊണ്ട് ഇസ്ലാം അല്ലെങ്കിൽ ആ ഒരു ഇസ്ലാമിക് റിലീജിയണിന് ഒരു പ്രശ്നവും വരുത്തില്ല എന്ന് കണ്ടുകൊണ്ടാണ് അത് റിമൂവ് ചെയ്തത്. അപ്പോൾ സ്റ്റേറ്റ് ഹാസ് പവേഴ്സ് ടു ബ്രിങ് ഓൺ സോഷ്യൽ റിഫോംസ്.
ഓക്കെ, ജുഡീഷ്യൽ അപ്രോച്ചസ് ടു റിലീജിയസ് പ്രാക്ടീസസ്. അപ്പോൾ ഷിഫ്റ്റ് ഫ്രം റിലൈയിങ് ഓൺ റിലീജിയസ് ടെക്സ്റ്റ് ടു അപ്ലൈയിങ് റാഷണാലിറ്റി ആൻഡ് എംപിറിക്കൽ എവിഡൻസ്. അപ്പോൾ ഇതിൽ റിലീജിയസ് ടെക്സ്റ്റുകൾ അല്ലെങ്കിൽ മതപഠനം മാത്രമല്ല, ഒരു റാഷണൽ തോട്ടും എംപിറിക്കൽ എവിഡൻസും ബേസ് ചെയ്തിട്ടാണ് എന്താണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, ഇൻകൺസിസ്റ്റന്റ് ആപ്ലിക്കേഷൻ ഓഫ് എസെൻഷ്യാലിറ്റി ടെസ്റ്റ് അക്രോസ് ഡിഫറെൻറ്റ് കേസസ്. എക്സാമ്പിൾ താണ്ഡവ ഡാൻസ്, അതായത് ആനന്ദ മുർഗി ഫെയ്ത്തിൻ്റെ താണ്ഡവ ഡാൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോൺട്രവേഴ്സി ഉണ്ട്. ബിയേർഡ് ഓഫ് മുസ്ലിം പോലീസ്മെൻ, ഹിജാബ് കോൺട്രവേഴ്സിയൊക്കെ ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ്. അതായത് എന്താണ്, ഇപ്പോൾ റിലീജിയസ് പ്രാക്ടീസസ് ബേസ് ചെയ്തിട്ടുള്ള ജുഡീഷ്യൽ അപ്രോച്ചിൻ്റെ ഉള്ള ഇൻകൺസിസ്റ്റൻസിയിലാണ് ഈ എക്സാമ്പിൾസ് നിങ്ങൾക്ക് കോട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ജഡ്ജ്മെൻറ്റ്സ് ഉണ്ട്, അത് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക. ഇങ്ങനത്തെ ഈ ഒരു രീതിയിലുള്ള, അതായത് എസെൻഷ്യൽ പ്രാക്ടീസസ് ഡോക്ട്രീനെ പറ്റി നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഇൻകൺസിസ്റ്റൻസിനെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഇത് യൂസ് ചെയ്യാം. കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒന്ന്, എം ഇസ്മായിൽ ഫാറൂഖി കേസ് 1995, പ്രേയേഴ്സ് ഇൻ എ മോസ്ക് നോട്ട് ഡീംഡ് എസെൻഷ്യൽ അൺലെസ് ദ പ്ലേസ് ഹാസ് പെർട്ടിക്കുലർ റിലീജിയസ് സിഗ്നിഫിക്കൻസ്. പിന്നെ ഗ്രാം സഭ ഓഫ് വില്ലേജ് ബട്ടീസ് ഷിറാല, ഇത് 2014 കേസാണ്. ക്യാപ്ചറിങ് ലൈവ് കോബ്ര നോട്ട് കൺസിഡർ എസെൻഷ്യൽ പ്രാക്ടീസ് ഇൻ ഹിന്ദുയിസം. ഓക്കെ, അപ്പോൾ ക്രിറ്റിസിസം ആൻഡ് കൺസേൺസ് എന്ന് പറയുന്നത് ജഡ്ജസ് ബിക്കമിങ് എ ഡിഫാക്ടോ ക്ലർജി, അതായത് ഒരു റിലീജിയൻ അല്ലെങ്കിൽ തിയോളജിക്കൽ ഇഷ്യൂസിനെ ഹൈലൈറ്റ് ചെയ്യാൻ, അല്ല അത് കറക്റ്റ് ആണോ അല്ലെങ്കിൽ ഇത് തെറ്റാണ് എന്നൊക്കെ പറയാനായിട്ട് ആർക്കാണ്, ആ റിലീജിയനെ കുറിച്ച് നല്ല രീതിയിൽ പഠിച്ച ഒരാൾക്കാണ് പറ്റുന്നത്. പക്ഷേ ഈ ഒരു സ്ഥാനത്ത് എന്താണ്, ഒരു ജുഡീഷ്യൽ ഇൻ്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ ജുഡീഷ്യറി ഇൻവോൾവ് ചെയ്യുമ്പോഴേക്കും അവർ തന്നെ ഒരു ഡിഫാക്ടോ ക്ലർജിയിലോട്ട് പോവുകയാണ്. അതായത് അവർ തന്നെ ആ ഒരു റിലീജിയൻ്റെ പ്രീസ്റ്റ് ഹുഡിലോട്ട് വരുവാണ്. ഓക്കെ, അല്ലെങ്കിൽ അവരുടെ പ്രീസ്റ്റ് ഹുഡിനെ അണ്ടർമൈൻ ചെയ്യുകയാണ്. ഓക്കെ, പൊട്ടൻഷ്യൽ ഫോർ ഫ്രീസിങ് റിലീജിയസ് പ്രാക്ടീസസ് ഇൻ ടൈം, ഡിസലവിങ് ഇവാലുവേഷൻ, ഇൻകൺസിസ്റ്റൻസി ഇൻ അപ്ലൈയിങ് സ്റ്റാൻഡേർഡ്സ് അക്രോസ് ഡിഫറെൻറ്റ് റിലീജിയൻസ്. അപ്പോൾ നമുക്ക് ഇൻകൺസിസ്റ്റൻസി ഓരോ ഡിഫറെൻറ്റ് കേസസിൽ നമുക്ക് കാണാം. അപ്പോൾ ചില കേസസിൽ അവർ എസെൻഷ്യൽ പ്രാക്ടീസസ് അല്ല എന്ന് പറയും, പക്ഷേ ചില കേസിൽ അതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് ഇഗ്നോർ ചെയ്യുന്ന കേസും ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂഷണൽ സുപ്രീമസി, അപ്പോൾ ആർഗ്യുമെൻറ്റ് ഫോർ പ്രയോറിറ്റൈസിങ് കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് ഓവർ റിലീജിയസ് പ്രാക്ടീസസ്, നീഡ് ഫോർ ബാലൻസിങ് റിലീജിയസ് ഫ്രീഡം വിത്ത് പ്രോഗ്രസീവ് സോഷ്യൽ നോംസ്. അപ്പോൾ ഇതിൻ്റെ ഫ്യൂച്ചർ കൺസിഡറേഷൻ എന്ന് പറയുമ്പോൾ റീവാലുവേഷൻ ഓഫ് ജുഡീഷ്യറീസ് റോൾ ഇൻ ഡിറ്റർമൈനിങ് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസസ്, ഇമ്പോർട്ടൻസ് ഓഫ് മെയിൻറ്റെയിനിങ് കൺസിസ്റ്റൻസി ഇൻ ജുഡീഷ്യൽ അപ്രോച്ച്. അപ്പോൾ എസെൻഷ്യാലിറ്റി എന്ന് പറയുന്ന ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാനായിട്ടൊക്കെ എന്താണ്, ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് അല്ലെങ്കിൽ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു അപ്രോച്ച് ജുഡീഷ്യറിയുടെ ഭാഗത്തുനിന്ന് വരേണ്ട ആവശ്യമുണ്ട്. ബാലൻസിങ് റിലീജിയസ് ഫ്രീഡം വിത്ത് പബ്ലിക് ഹെൽത്ത്, ഹൈജീൻ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ എത്തോസ്. അപ്പോൾ അത്രയും കീവേഡ്സ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പെർസ്പെക്റ്റീവിൽ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എഴുതുക. പബ്ലിക് ഹെൽത്ത്, ഹൈജീന്, കോൺസ്റ്റിറ്റ്യൂഷൻ എത്തോസ്. ഓക്കെ, പിന്നെ അംഗപ്രദക്ഷിണം കേസ് അണ്ടർസ്കോർസ് ദ ഓൺഗോയിങ് ചാലഞ്ചസ് ഇൻ ഇന്റർപ്രറ്റിംഗ് റിലീജിയസ് പ്രാക്ടീസസ് വിത്തിൻ ഇന്ത്യാസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക്. It highlights the need for a more consistent and balanced approach that respects religious freedoms while upholding constitutional values and societal progress. അപ്പോൾ ഇങ്ങനത്തെ ഒരു കേസിൽ, അതായത് എസെൻഷ്യൽ പ്രാക്ടീസസ്, ഇതിൻ്റെ ഒരു എസെൻഷ്യൽ പ്രാക്ടീസസ് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഇത് ഒരു എക്സാമ്പിളായിട്ട്, അതായത് അംഗപ്രദക്ഷിണം എന്ന് പറയുന്ന ഒരു കേസ്, അല്ലെങ്കിൽ ആ ഒരു സിനാരി നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് എടുത്തിട്ട് എന്താണ്, ഒരു നമുക്ക് ഈ റിലീജിയസ് ഫ്രീഡം വേണം, പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഷുഡ് ബി അപ്ഹോൾഡിങ് കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് ആൻഡ് സൊസൈറ്റൽ പ്രോഗ്രസ് എന്ന രീതിയിൽ നിങ്ങൾക്കൊരു കൺക്ലൂഷൻ അതിന് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്പെക്ടർ ഓഫ് നിയോ ഫാസിസം ദാറ്റ് ഈസ് ഹോണ്ടിങ് യൂറോപ്പ്. ഓക്കെ, ഇതെന്ന് പറയുമ്പോഴേക്കും എന്താണ്, ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് ഞാൻ നേരത്തെ സ്റ്റാർട്ടിങ് തന്നെ പറഞ്ഞു, ഒരു ഫാർ റൈറ്റ് സെൻറ്റിമെൻറ്റ് അല്ലെങ്കിൽ ഫാസിസ്റ്റ് ഗവൺമെൻറ്റ്സിൻ്റെ സപ്പോർട്ട് എന്താണ് യൂറോപ്പിൽ മൊത്തത്തിൽ കൂടി വരുന്നുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ദ ഇമേജ് ഡിസ്കസസ് ദ നിയോ ഫാസിസം ഇൻ യൂറോപ്പ്, പെർട്ടിക്കുലർലി ഫോക്കസിങ് ഓൺ റീസെൻറ്റ് പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ഇൻ ഫ്രാൻസ്. അപ്പം ദിസ് ഹൈലൈറ്റ്സ് ദ പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്സ് അക്രോസ് കോണ്ടിനെൻറ്റ് ആൻഡ് പൊട്ടൻഷ്യൽ ത്രെറ്റ് ടു ഡെമോക്രാറ്റിക് വാല്യൂസ്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ എത്തോസ് എന്ന് പറയുമ്പോഴേക്കും അല്ലെങ്കിൽ കണ്ടംപററി റിലവൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കറണ്ട് പൊളിറ്റിക്കൽ ട്രെൻഡ്സും ആൻഡ് എന്താണ് ഈ 1930s, ഇപ്പോൾ 1930s ഫാസിസം റൈസ് ആയിരുന്നു. അതായത് നമുക്കറിയാം ഹിറ്റ്ലർ വരുന്നുണ്ട് ജർമ്മനിയിൽ. അപ്പം അവരൊക്കെ വന്ന ഒരു സിനാരിയോ നമ്മൾ ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. അതായത് ഹിറ്റ്ലർ വന്ന സമയത്ത് ദേർ വേർ ലിബറൽ ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു, കമ്മ്യൂണിസ്റ്റുകളുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഫാസിസ്റ്റ് ഗവൺമെൻറ്റിനെതിരെ വന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വൺ ഓൺ വൺ ഓരോ ആൾക്കാരെയും ഇത് നെഗേറ്റ് ചെയ്താണ് ഈ ഫാസിസ്റ്റ് ഗവൺമെൻറ് പവറിൽ വരുന്നത്. അപ്പോൾ അനലൈസിങ് ദ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് ഇൻ സോഷ്യോ എക്കണോമിക് കോണ്ടെക്സ്റ്റ്, ഇപ്പോൾ ഡിസ്കസിങ് ഇമ്പോർട്ടൻസ് ഓഫ് ഹിസ്റ്റോറിക്കൽ അവയർനെസ് ഇൻ പ്രിവെൻറ്റിംഗ് ദ റിക്കറൻസ് ഓഫ്
അതോറിറ്റേറിയൻ റെജീംസ്. അപ്പോൾ അതോറിറ്റേറിയൻ റെജീംസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നാസി റെജീം ഒരു അതോറിറ്റേറിയൻ ഗവൺമെൻറ് ആയിരുന്നു. അതുപോലെ തന്നെ മുസോളോണിയുടെ ഗവൺമെൻറ്, ഇറ്റാലിയൻ മുസോളോണി ഗവൺമെൻറ്, അതൊക്കെ ഒരു ഫാസിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ അവർ വന്ന ഒരു സിനാരിയോ ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കോറിലേഷൻ, ആ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു ഒരു ഫാസിസ്റ്റ് ഗവൺമെൻറ് വന്നത്, അപ്പോൾ കറണ്ട് പൊളിറ്റിക്കൽ ട്രെൻഡ്സ് അതിനൊരു സിമിലർ ആയിട്ടുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ ഒരു പാരലിലാണ് പോകുന്നത്. അപ്പോൾ ഫ്രഞ്ച് പൊളിറ്റിക്കൽ സിനാരിയോ നമ്മൾ നോക്കുവാണെങ്കിൽ മാരി ലെപെൻ എന്ന് പറയുന്ന നാഷണൽ റാലി അല്ലെങ്കിൽ നാഷണൽ ഫ്രണ്ട് എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെ ആളാണ്. അപ്പം ഈ 2022 ഫ്രഞ്ച് പ്രസിഡൻഷ്യൽ ഇലക്ഷൻസിൽ പുള്ളിക്കാരത്തി ഷീ വാസ് ദ സെക്കൻഡ് ആയിരുന്നു ഇമാനുവൽ മാക്രോണിന് ഒരു പൊളിറ്റിക്കൽ ഡിസ്കോഴ്സിന് അല്ലെങ്കിൽ ടുവേർഡ്സ് ഫാർ റൈറ്റ് ഐഡിയോളജീസിന് അവർ ഒരു ട്രെൻഡ് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഒരു യൂറോപ്യൻ ട്രെൻഡ് അനാലിസിസ് ചെയ്യുവാണെങ്കിൽ കമ്പാരറ്റീവ് അനാലിസിസ് ഓഫ് ഫോർ റൈറ്റ് മൂവ്മെൻറ്റ്സ് അക്രോസ് യൂറോപ്യൻ കൺട്രീസ് ഒരു ഫാർ റൈറ്റ് മൂവ്മെൻറ്റ്സ് നല്ല രീതിയിൽ ബിൽഡ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ഇറ്റലി അല്ലെങ്കിൽ ഹംഗറി, പോളണ്ടിലൊക്കെ ഫാർ റൈറ്റ് ട്രെൻഡ് നല്ലപോലെ ഉണ്ട്. ഐഡൻറ്റിഫൈങ് കോമൺ തീംസ്, സ്ട്രാറ്റജിക്സ് എംപ്ലോയിഡ് ബൈ ദീസ് പാർട്ടീസ്, അസസിങ് ഇമ്പാക്ട് ഓഫ് ദീസ് മൂവ്മെൻറ്റ്സ് ഓൺ യൂറോപ്യൻ യൂണിയൻ. അപ്പോൾ ചില കേസിൽ, ഇപ്പോൾ ഫ്രാൻസിൻ്റെ കേസിലാണ് മാരി ലെപെൻ എന്ന് പറയുന്ന ആൾ ആക്ച്വലി ഇനിഷ്യലി ഷീ സപ്പോർട്ടഡ് ഫ്രാൻസ് യൂറോപ്യൻ യൂണിയൻ്റെ പാർട്ടല്ലാതാകാനായിട്ടുള്ള രീതിയിൽ പുള്ളിക്കാരത്തേക്ക് ഐഡിയോളജീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫാക്ടേഴ്സ് ഫ്യൂലിംഗ് നിയോ ഫാസിസം. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ സൈഡ് ഓഫ് ദ ഇഷ്യൂ. പക്ഷേ നമ്മൾ ഈ പൊളിറ്റിക്കൽ സൈഡ് ഓഫ് ഇഷ്യൂ അവോയ്ഡ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനൊരു സംഭവം അല്ലെങ്കിൽ ഈ നിയോ ഫാസിസം ഒക്കെ ഫ്യൂൽ ചെയ്യാനായിട്ടുള്ള ഫാക്ടേഴ്സ് നോക്കുക. നമുക്കറിയാം നമ്മൾ ഫ്യൂച്ചർ ബ്യൂറോക്രാറ്റ്സ് ആണ്, അല്ലെങ്കിൽ ഫോറിൻ പോളിസിയൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഒരു പ്രശ്നത്തെ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് അതിൻ്റെ റീസൺ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് വേണം പോളിസീസ് എല്ലാം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ സിനാരിയോ ആണ് ഞാൻ തുടക്കം പറഞ്ഞത്. ഇനി ഈ ഒരു നിയോ ഫാസിസം റൈസ് ചെയ്യാനായിട്ടുള്ള ഫാക്ടേഴ്സാണ് നമ്മൾ നോക്കുന്നത്. ഇൻഡെപ്ത് അനാലിസിസ് ഓഫ് ഇമിഗ്രേഷൻ ഇഷ്യൂസ്, അതൊരു ഇമിഗ്രേഷൻ ഇഷ്യൂവും റെഫ്യൂജി ക്രൈസിസും വൺ ഓഫ് ദ റീസൺ ആണ്. പിന്നെ എക്കണോമിക് ഡിസ്പാരിറ്റീസ്, അതായത് ആഫ്റ്റർമാത്ത് ഓഫ് 2008 ഫൈനാൻഷ്യൽ ക്രൈസിസ്. അതായത് നമുക്കറിയാം ഇപ്പം ഫ്രാൻസിൻ്റെ കേസിലാണെങ്കിലും ഇമാനുവൽ മാക്രോണിൻ്റെ ചില പോളിസീസൊക്കെ ഒരു കോമൺ മാൻ പെർസ്പെക്റ്റീവിൽ അല്ലെങ്കിൽ വർക്കേഴ്സിന് എതിരായിട്ടുള്ള പോളിസീസ് നല്ല രീതിയിൽ ആ ഒരു ഗവൺമെൻറ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എക്കണോമിക് ഡിസ്പാരിറ്റി എന്ന് പറയുന്നത് ഒരു ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യമാണ്. ഇമിഗ്രേഷൻ പോളിസി ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. റെഫ്യൂജി ക്രൈസിസും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സാണ്. പിന്നെ കൾച്ചറൽ ആൻസൈറ്റീസ് ആൻഡ് പെർസീവ്ഡ് ത്രെറ്റ് ടു നാഷണൽ ഐഡൻറ്റിറ്റീസ്, ഇമ്പാക്ട് ഓഫ് ഗ്ലോബലൈസേഷൻ ആൻഡ് ടെക്നോളജിക്കൽ ചേഞ്ച് ഇൻ ട്രഡീഷണൽ എംപ്ലോയ്മെൻറ്റ് സെക്ടേഴ്സ് ഒക്കെ ഒരു ഫാക്ടേഴ്സാണ് ഈ നിയോ ഫാസിസം ബിൽഡ് ചെയ്യാനായിട്ട്. പിന്നെ മീഡിയ ആൻഡ് ഇൻഫർമേഷൻ വാർഫെയർ, അതായത് സോഷ്യൽ മീഡിയ ഒരു ഫാർ റൈറ്റ് ഐഡിയോളജീസിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ടൂളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എക്സാമിനേഷൻ ഓഫ് ഫേക്ക് ന്യൂസ് ആൻഡ് ഇറ്റ്സ് ഇൻഫ്ലുവൻസ് ഓൺ പബ്ലിക് ഒപ്പീനിയൻ, സ്ട്രാറ്റജീസ് എംപ്ലോയ്ഡ് ബൈ നിയോ ഫാസിസ്റ്റ് ഗ്രൂപ്പ് ടു മാനിപ്പുലേറ്റ് മീഡിയ നാരേറ്റീവ്സ്. പിന്നെ അത്രയും അവരുടെ മെത്തോഡോളജീസ് പറഞ്ഞു, അവരെങ്ങനെയാണ് അവർ റേസ് ചെയ്യാനായിട്ടുള്ള കാരണങ്ങൾ പറഞ്ഞു. ഇതെങ്ങനെയാണ് ഡെമോക്രാറ്റിക് സൊസൈറ്റീനെ ബാധിക്കുന്നത്. അപ്പോൾ അസസിങ് ദ റീസൈലൻസ് ഓഫ് ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ദ ഫേസ് ഓഫ് ഗ്രോയിങ് ഫാർ റൈറ്റ് ഇൻഫ്ലുവൻസ്, ഇറോഷൻ ഓഫ് ചെക്സ് ആൻഡ് ബാലൻസസ് ഇൻ സർട്ടൻ യൂറോപ്യൻ കൺട്രീസ്. പിന്നെ ഡിസ്കസിങ് ദ ചാലഞ്ചസ് ഫേസ്ഡ് ബൈ ജുഡീഷ്യറി ആൻഡ് പ്രസ് ഫ്രീഡം. ഓക്കെ, ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ്റെ റെസ്പോൺസും ചാലഞ്ചസും എന്താണ്? അനലൈസിങ് യൂറോപ്യൻ യൂണിയൻസ് പോളിസീസ് എയിംഡ് അറ്റ് കൗണ്ടറിങ് ആൻറ്റി ഡെമോക്രാറ്റിക് ട്രെൻഡ്സ്. അപ്പോൾ ചാലഞ്ചസ് ഇൻ മെയിൻറ്റെയിനിങ് യൂണിറ്റി വൈൽ അഡ്രസ്സിങ് മെമ്പർ സ്റ്റേറ്റ്സ് സോവറിറ്റി കൺസേൺ. അതായത് നമുക്കറിയാം ഇപ്പം ഇതിൻ്റെ ഒരു എക്സാമ്പിൾ, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സാമ്പിളാണ് നമുക്ക് ഹംഗറി ആക്ച്വലി ഇല്ലീഗൽ ഇമിഗ്രൻസിനെ അവരുടെ ബോർഡർ ക്രോസ് ചെയ്യാനായിട്ട് സമ്മതിക്കാത്ത ഒരു നേഷനാണ്. ഓക്കെ, പക്ഷേ യൂറോപ്യൻ യൂണിയൻ എപ്പോഴും അവരോട് പറയും ബോർഡേഴ്സ് ഓപ്പൺ ആക്കിയിട്ട് അവരെ കൺട്രിക്കുള്ളിലോട്ട് കയറ്റണം. അപ്പം ഒരു കൺട്രിയുടെ സോവറിൻ ഐഡൻറ്റിറ്റീനെ ചാലഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള യൂറോപ്യൻ യൂണിയൻ്റെ റെസ്പോൺസ് ഒക്കെ ഇതിനൊരു ഫാക്ടറാണ്. ദ റോൾ ഓഫ് യൂറോപ്യൻ യൂണിയൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ സേഫ് ഗാർഡിംഗ് ഡെമോക്രാറ്റിക് വാല്യൂസ്. പിന്നെ ഗ്ലോബൽ ഇംപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇമ്പാക്ട് ഓഫ് ഇൻ്റർനാഷണൽ റിലേഷൻസ് പെർട്ടിക്കുലർലി വിത്ത് ദ US, Russia and China, effect on global trade agreements, multilateral cooperation, influence on developing countries' perception of democratic governance. ഓക്കെ, പിന്നെ കൗണ്ടർ മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ്സ്. അപ്പോൾ ഈ ഫാർ റൈറ്റ് മൂവ്മെൻറ്റിനൊക്കെ എതിരായിട്ട് ഉള്ള ഒരു കൗണ്ടർ എമർജൻസ് എന്തൊക്കെയാണ് ഉള്ളതെന്നാണ്. ഒന്നെന്ന് വെച്ചാൽ ന്യൂ ലെഫ്റ്റ് ആൻഡ് സെൻട്രിസ്റ്റ് മൂവ്മെൻറ്റ്സ് ഉണ്ട്. ഈ ഫാർ റൈറ്റിനെതിരെ അല്ലെങ്കിൽ ഫാർ റൈറ്റ് പോപ്പുലിസത്തിനെതിരായിട്ട് ഒരു സെൻട്രിസ്റ്റ് അല്ലെങ്കിൽ ലെഫ്റ്റിസ്റ്റ് മൂവ്മെൻറ്റ് ശക്തിപ്പെടുന്നുണ്ട്. റോൾ ഓഫ് സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻ in promoting democratic values, importance of education and awareness programs in combating extremist ideologies. പിന്നെ ഫ്യൂച്ചർ സിനാരിയോ അല്ലെങ്കിൽ പോളിസി റെക്കമെൻഡേഷൻസ് എന്ന് പറയുമ്പോഴേക്കും പൊട്ടൻഷ്യൽ പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പ് ഇൻ യൂറോപ്പ് എന്ന് പറയുമ്പം
ഈ നിയോ ഫാസിസ്റ്റ് ഐഡിയോളജീസിനെ റൂട്ട് കോസ് ആയിട്ടുള്ള എന്താണ് ആൻറ്റി എമിഗ്രേഷൻ അല്ലെങ്കിൽ എക്സ്ട്രീമിസ്റ്റ് ഐഡിയോളജീസിനെ ടാക്കിൾ ചെയ്യാനായിട്ടുള്ള നെറേറ്റീവ്സ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മീഡിയ കൺട്രോൾ കൊണ്ടുവരിക. ഓക്കെ, അപ്പം പോളിസീസ് ഒക്കെ ആണെങ്കിൽ ഇൻക്ലൂസീവ് എക്കണോമിക് പോളിസീസും സോഷ്യൽ ഇൻ്റഗ്രേഷൻ പ്രോഗ്രാംസും കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം ഇതിനൊരു കൺക്ലൂഷൻ എന്ന നിലയിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സ്പെക്ട്രം ഓഫ് നിയോ ഫാസിസം ലൂമിംഗ് ഓവർ യൂറോപ്പ് പ്രസൻസ് എ കോംപ്ലക്സ് ചാലഞ്ച് ടു ദ കോണ്ടിനെന്റ്സ് ഡെമോക്രാറ്റിക് ഫാബ്രിക്. ഇറ്റ് നെസസിറ്റേറ്റ് എ മൾട്ടി ഫേസ്ഡ് അപ്രോച്ച്. ഓക്കെ, ഇൻവോൾവിംഗ് പൊളിറ്റിക്കൽ വേണം, എക്കണോമിക് അല്ലെങ്കിൽ സോഷ്യൽ റിഫോം രീതിയിലുള്ള മൾട്ടി ഡയമെൻഷണൽ ആയിട്ടുള്ള അപ്രോച്ച് വേണം. ദ സിറ്റുവേഷൻ കോൾസ് ഫോർ വിജിലൻസ്, ഇൻഫോംഡ് citizenry and strong democratic institutions to safeguard the values of liberty, equality and fraternity that have been the cornerstone of post-war European identity. അപ്പോൾ as Europe stands at its critical juncture, the choices made today will significantly shape the continent's political future and its role in the global order. ഓക്കെ, അപ്പോൾ ഈ ഒരു ന്യൂസ് എന്ന് പറയുമ്പോൾ ഒരു IR പെർസ്പെക്റ്റീവിൽ എസ്പെഷ്യലി ആ ഒരു കോണ്ടിനെൻറ്റിൽ എന്താണ് നടക്കുന്നത് എന്ന ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ന്യൂസാണ്. അപ്പോൾ ഇന്ത്യൻ പെർസ്പെക്റ്റീവിലൊക്കെ എടുക്കുവാണെങ്കിൽ നമ്മുടെ ട്രേഡ് റിലേഷൻസ് ഒക്കെ ആണെങ്കിൽ എങ്ങനെയാകും എന്നൊക്കെയുള്ളതൊരു അൺസർട്ടനിറ്റി ഉണ്ട് ഒരു ഫാർ റൈറ്റ് ഗവൺമെൻറ് ഒക്കെ വരുവാണെങ്കിൽ. അപ്പം ആ ഒരു ട്രെൻഡ് വരുന്നതിൻ്റെ കാരണങ്ങൾ എന്താണെന്നാണ് നമ്മൾ കൂടുതലും നോക്കിയത്. പിന്നെ അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ സിനാരിയോ എങ്ങനെയാണ് യൂറോപ്പിലുള്ളത് എന്നും കൂടി നമ്മൾ നോക്കി. ഫ്രാൻസിൻ്റെ കേസിലാണെങ്കിലും ബാക്കി 3 കൺട്രീസ് ആയിട്ടുള്ള ഇറ്റലി, ഹംഗറി, പോളണ്ടിലൊക്കെ ഉള്ള ഫാർ റൈറ്റ് ഗവൺമെൻറ് സിനാരിയോ ഒക്കെ നമ്മൾ നോക്കി. അപ്പോൾ ഇതിനൊക്കെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ആൻസർ റൈറ്റിംഗ് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ കൊടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്റ്റാമർ ന്യൂ UK PM ആസ് ലേബർ പാർട്ടി വിൻസ് പോൾസ്. അപ്പോൾ ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് വെച്ചാൽ എ സിഗ്നിഫിക്കൻറ്റ് പൊളിറ്റിക്കൽ സ്വിഫ്റ്റ് ഇൻ യുണൈറ്റഡ് കിങ്ഡം വേർ ലേബർ പാർട്ടി ലെഡ് ബൈ Keir Starmer ഹാസ് വോൺ എ ഡിസിസീവ് വിക്ടറി ഇൻ ദ ജനറൽ ഇലക്ഷൻ. അപ്പോൾ ലേബർ പാർട്ടി സെക്യൂർഡ് over 412 seats in the 650 seat House of Commons, while the Conservative Party, previously in power, was reduced to 121 seats. Okay, this marks a major change in UK politics after several years of conservative rule. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കീ പോയിന്റ്സ് എന്ന് പറയുമ്പോൾ ലേബർ പാർട്ടിക്ക് സബ്സ്റ്റാൻഷ്യൽ വിക്ടറി ആണ്, ഓവർ 400 സീറ്റ്സ് കിട്ടി. കൺസർവേറ്റീവ് പാർട്ടിക്ക് സിഗ്നിഫിക്കൻറ്റ് ലോസ് ആണ്, അവർ 121 സീറ്റ്സ് മാത്രമേ റീറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. Keir Starmer എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രൈം മിനിസ്റ്ററാണ്, ലൈക്ക് പുതിയ പ്രൈം മിനിസ്റ്ററാണ്. പിന്നെ ഋഷി സുനക് എന്താണ്, പുള്ളി റീറ്റെയിൻ ചെയ്തിട്ടുണ്ട് സീറ്റ്. ഓക്കെ, ഇതൊക്കെയാണ് അതിൻ്റെ ഒരു കോൺടെക്സ്റ്റ് അല്ലെങ്കിൽ ആ ന്യൂസ് പെർസ്പെക്റ്റീവിലുള്ളത്. പക്ഷേ നമ്മൾ ഇതിനകത്ത് UPSC പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പുതിയ ഗവൺമെൻറ്, എസ്പെഷ്യലി ഒരു ഡിഫറെൻറ്റ് പൊളിറ്റിക്കൽ പാർട്ടിയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു പൊളിറ്റിക്കൽ പാർട്ടി വരുമ്പോഴേക്കും ഇന്ത്യൻ റിലേഷൻസ് വിത്ത് UK എങ്ങനെയായിരിക്കും എന്നാണ് നോക്കുന്നത്. വാട്ട് ആർ ദ പൊട്ടൻഷ്യൽ ഇമ്പാക്ട്സ് ഓൺ ഇന്ത്യ. ഓക്കെ, ഒന്നെന്ന് പറയുന്നത് ട്രേഡ് റിലേഷൻസ് ആണ്. റീഅസസ്മെൻറ്റ് ഓഫ് എക്സിസ്റ്റിംഗ് ട്രേഡ് അഗ്രിമെൻറ്റ്സ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ദ UK. പൊട്ടൻഷ്യൽ ഫോർ ന്യൂ ട്രേഡ് നെഗോസിയേഷൻസ് അണ്ടർ ലേബർ ഗവൺമെൻറ്. അപ്പോൾ ലേബർ ഗവൺമെൻറ് എന്ന് നമുക്കറിയാം, നമ്മുടെ ഫ്രീഡം മൂവ്മെൻറ്റിൻ്റെ ഒക്കെ ടൈമിലാണെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്തൊരു ഗവൺമെൻറ്റാണ് ലേബർ പാർട്ടി അല്ലെങ്കിൽ അവരൊക്കെ. ഓക്കെ, പിന്നെ പൊളിറ്റിക്കൽ പോസിബിൾ സ്വിഫ്റ്റ് ഇൻ പ്രോക്സിമിറ്റി സെക്ടേഴ്സ് ഓഫ് ബൈലാറ്ററൽ ട്രേഡ്. പിന്നെ ഇമിഗ്രേഷൻ പോളിസീസ്. അപ്പോൾ ലേബർ മേ ഇൻട്രൊഡ്യൂസ് ചേഞ്ചസ് ഇൻ ഇമിഗ്രേഷൻ റൂൾസ് അഫക്റ്റിംഗ് ഇന്ത്യൻ സ്റ്റുഡൻസ് ആൻഡ് പ്രൊഫഷണൽസ് ഇൻ ദ UK. പൊട്ടൻഷ്യൽ റിവ്യൂ ഓഫ് വിസ പോളിസീസ് ഫോർ സ്കിൽഡ് വർക്കേഴ്സ് ഫ്രം ഇന്ത്യ. പിന്നെ ഡിപ്ലോമാറ്റിക് ടൈസിൻ്റെ കേസിൽ പറയുവാണെങ്കിൽ റീകാലിബ്രേഷൻ ഓഫ് India-UK സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് അണ്ടർ ന്യൂ ലീഡർഷിപ്പ്. പോസിബിൾ സ്വിഫ്റ്റ് ഇൻ അപ്രോച്ച് ടു റീജിയണൽ ഇഷ്യൂസ് ഇൻക്ലൂഡിംഗ് UK സ്റ്റാൻഡ്സ് ഓൺ India-Pacific സ്ട്രാറ്റജീസ്. ഓക്കെ, എക്കണോമിക് കോപ്പറേഷൻ്റെ കേസിൽ നമ്മൾ നോക്കുമ്പോൾ റിവ്യൂ ആൻഡ് പൊട്ടൻഷ്യൽ മോഡിഫിക്കേഷൻസ് ഇൻ ഓൺഗോയിങ് എക്കണോമിക് കൊളാബറേഷൻസ്, ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഇന്ത്യൻ ബിസിനസ്സസ് ഇൻ ദി UK മാർക്കറ്റ് അണ്ടർ ഡിഫറെൻറ്റ് എക്കണോമിക് പോളിസീസ്. എഡ്യൂക്കേഷൻ സെക്ടറിൻ്റെ കേസിലാണെങ്കിൽ പൊട്ടൻഷ്യൽ ചേഞ്ചസ് ഇൻ policies affecting Indian students studying in UK, possible revisions of scholarship programs and academic partnership. Climate change in the case, Labour's emphasis on climate issues may lead to increased cooperation with India on renewable energy and sustainability project. In ഡിഫൻസ് ആൻഡ് സെക്യൂരിറ്റിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ റീഅസസ്മെൻറ്റ് ഓഫ് ഡിഫൻസ് പാർട്ണർഷിപ്പ് ആൻഡ് ജോയിൻറ്റ് മിലിറ്ററി എക്സസൈസസ്, പൊട്ടൻഷ്യൽ സ്വിഫ്റ്റ് ഇൻ സൈബർ സെക്യൂരിറ്റി കോപ്പറേഷനും അല്ലെങ്കിൽ ടെക്നോളജി ഷെയറിങ്ങിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ ഒരു കൊളാബറേഷൻ അല്ലെങ്കിൽ റീഅസസ്മെൻറ്റ് വരാനായിട്ട് ചാൻസസ് ഉണ്ട്. പിന്നെ ഒരു ഡയസ്പോറ റിലേഷൻസ് ആണ്. ഇതൊരു വലിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. കാരണം UK നമുക്കറിയാം ഒരു ഇന്ത്യൻ ഡയസ്പോറ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇന്ത്യൻസ് ആയിട്ടുള്ള ആൾക്കാർ വർക്ക് ചെയ്യുന്നതിൻ്റെ എണ്ണവും അല്ലെങ്കിൽ നേറ്റീവ് ഇന്ത്യൻസ് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യക്കാർ തന്നെ അവിടെ പോയി സിറ്റിസൺഷിപ്പ് എടുത്ത ആൾക്കാരൊക്കെ നല്ല രീതിയിലുള്ള ഒരു കൺട്രിയാണ്. അപ്പോൾ ലേബേഴ്സ് അപ്രോച്ച് എൻഗേജിങ് വിത്ത് ഇന്ത്യൻ ഡയസ്പോറ ഇൻ UK മേ ഇൻഫ്ലുവൻസ് ബൈലാറ്ററൽ റിലേഷൻസ്,
പൊട്ടൻഷ്യൽ ചേഞ്ചസ് ഇൻ പോളിസീസ് അഫക്റ്റിംഗ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഇൻ UK. പിന്നെ മൾട്ടിലാറ്ററൽ ഫോറംസ്. അപ്പോൾ UK സ്റ്റാൻഡ്സ് ഓൺ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ലൈക്ക് UN, G20, കോമൺവെൽത്ത്, അതെല്ലാം എന്ത് ചെയ്യും, ഇന്ത്യയുടെ ഇൻട്രസ്റ്റുകളെ അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസസ് ഉണ്ട്. കൾച്ചറൽ എക്സ്ചേഞ്ച് വരുമ്പോഴേക്കും പോസിബിൾ ന്യൂ ഇനിഷ്യേറ്റീവ് ഫോർ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ എക്സ്ചേഞ്ചസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ദ UK. അപ്പം പൊട്ടൻഷ്യൽ ഇമ്പാക്ട്സ് ഓൺ ഇന്ത്യ നമ്മളൊന്നുകൂടെ നോക്കുകയാണെങ്കിൽ നമ്മളെങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്യണം എന്ന് പറഞ്ഞാൽ എൻഗേജ് പ്രൊആക്റ്റീവ്ലി വിത്ത് ന്യൂ UK ഗവൺമെൻറ് ടു അണ്ടർസ്റ്റാൻഡ് ദെയർ പോളിസി പ്രയോറിറ്റീസ്, prepare for potential policy shift and their implications on various sectors, strengthen people-to-people ties to maintain strong bilateral relations regardless of political changes, continue to focus on areas of mutual interest like technology, innovation and sustainable development. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നമുക്കൊരു കോമൺ ആയിട്ടുള്ള അപ്രോച്ച് ആയതുകൊണ്ട് അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം ഇപ്രാവശ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് കൂടുതലും IR റിലേറ്റഡ് ഇൻ്റർനാഷണൽ റിലേഷൻസ് പെർസ്പെക്റ്റീവിലാണ്. പക്ഷേ അത് കുറച്ചുകൂടി ഒരു പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവിലും നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ അതൊരു കൺഫ്യൂസിങ് ആയിട്ട് തോന്നിക്കാണാം. പക്ഷേ നമുക്ക് അതിനകത്ത് കോർ റീസൺസ്, അല്ലെങ്കിൽ ഇങ്ങനൊരു പൊളിറ്റിക്കൽ പാർട്ടി അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ വേവ് യൂറോപ്പിൽ നടക്കുന്നത് എന്തുകൊണ്ടാണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. അല്ലെങ്കിൽ ഈ ഒരു ലേബർ പാർട്ടി UK വരുമ്പോഴേക്കും നമുക്ക് വരുന്ന അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നതെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. അതൊക്കെ ഒരു ബിൽഡിംഗ് അപ്പ് സ്റ്റോറിയാണ്. അതായത് ഇനിയും ചേഞ്ചസ് വരാനായിട്ടും നമുക്കിനി പുതിയൊരു ഗവൺമെൻറ് ഫോം ചെയ്തിട്ടേ ഉള്ളൂ. അപ്പം ഇൻ്റർനാഷണൽ റിലേഷൻസിൽ UK ആയിട്ടുള്ള റിലേഷൻസ് ചേഞ്ച് വരാനായിട്ട് സാധ്യതകളുണ്ട്. അതിന് കാണേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ന്യൂസ് എടുത്തത് എന്താണ്, എസെൻഷ്യൽ പ്രാക്ടീസസ് ഡോക്ട്രീനെ ബേസ് ചെയ്തിട്ടുള്ളൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എഡിറ്റോറിയലാണ്. അത് നിങ്ങൾ മെയിൻസ് പെർസ്പെക്റ്റീവിൽ അത് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക, ആ പോയിൻറ്റ്സ് എല്ലാം. അപ്പോൾ നിങ്ങൾക്ക് ആ പെർസ്പെക്റ്റീവിൽ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ കോട്ട് ചെയ്യേണ്ട കീവേഡ്സും അതുപോലെ തന്നെ അതിൽ ബേസ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾസും, കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിൾസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൽ ബേസ് ചെയ്തിട്ടുള്ള ജഡ്ജ്മെൻറ്റ്സും പ്രീവിയസ് ജഡ്ജ്മെൻറ്റ്സും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പ്രാവശ്യത്തെ DNA അനാലിസിസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കുറച്ചുകൂടി ഒരു ബ്രോഡായിട്ടുള്ള ടോപ്പിക്സ് ആയിരുന്നു നമ്മൾ ഇപ്രാവശ്യം കവർ ചെയ്തത്. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം കാണാം. നന്ദി, നമസ്കാരം.